Okay, good afternoon all. Let's start our class. Mask എടുക്കാൻ മറന്നുപോയായിരുന്നു. Ready? Yes, sir. Okay, so that poem we have completed. So the poem is completed and the two new words are down. Greenwood. Forest with a dense leaf cover is called greenwood. Rushes. Grass-like plants that grow near water. വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടുത്തോ വളരുന്ന ഗ്രാസ് പോലത്തെ പുല്ല് പോലത്തെ ചെടിയാണ് എന്ത് റഷസ്. ഓക്കെ, സോ പറയാം അത് പറയാം. അതിന് മുമ്പ് നമുക്ക് ഇത് കുറച്ചൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്കുള്ളത് പറയാം. റെഡി? Fill in the blanks. Take a pencil with you. Fill in the blanks. God made all things which are bright and Beautiful. beautiful. Good. Beautiful. B-E-A-U-T-I-F-U-L. B-E-A-U-T-I-F-U-L. Beautiful. Did you write? Sir, ഒന്നുകൂടെ പറയാവോ? പറയാം. Beautiful. B-E-A-U-T-I-F-U-L. Beautiful. Ready? Second one. God gave us eyes so that we can See. see. Good. See. S-E-E. S-double. അതെ. കാണുക എന്നുള്ളത് S-E-E. S-double-E. ഏതാ? First one beautiful. ഇപ്പൊ ലേറ്റ് ആയിട്ട് വന്നവർക്ക് ഒന്നോടെ ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ. ഏതിന്റെയാ ദേവാഞ്ജലി? ഏതിന്റെ സ്പെല്ലിംഗ്? സെക്കൻഡ് ഇന്ത്യ. S-E-E. S-E-E. S-E-A അല്ല, S-E-E. ഇനി തേർഡ് വൺ. Our lips can be used to talk about the greatness of God Almighty. God Almighty. ആ പേജിൽ തന്നെ 28ാമത്തെ പേജില് മോളത്തെ 4 ലൈനില്ലേ സ്റ്റാൻസ്, അതിൽ 3ാമത്തെ ലൈനിലുണ്ട് ഗോഡ് ഓൾമൈറ്റി. നോക്കി എഴുതിക്കോ, ഗോഡ് ഓൾമൈറ്റി. അതുപോലെ തന്നെ ഈ പേജിൽ തന്നെ ടോപ്പില് 3ാമത്തെ ലൈനിൽ പോയം ഗോഡ് ഓൾമൈറ്റി. God Almighty. Ready? God Almighty. In the next one, fourth one. God made the flowers and then filled them with the glowing colors. Glowing colors. Colors എഴുതിയാൽ മതി. COLOURS. Colors മാത്രം മതി. COLOURS. Colors. ഇനി ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ മതി, ഇപ്പൊ എഴുതണ്ട. ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടോളാം. What has God given to the little birds?
ദൈവം Tiny wings. ചൈനി വിങ്സ് ആണ്. ഇപ്പൊ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാ മതി. Tiny wings. ചൈനി വിങ്സ്. ഇനി സെക്കൻഡ് വൺ, വാട്ട് ബ്രൈറ്റൻസ് അപ്പ് ദ സ്കൈ? What brightens up the sky? The sunset and the morning. That's all. Brightness. അതെ, അത്ര മതി. Sunset and the morning. Sunset and the morning. എഴുതണമെന്നില്ല, അത് ഓർത്തിരുന്നാ മതി. ഞാൻ മിക്കവാറും ഗ്രൂപ്പിൽ എഴുതിയിടാം, അന്നേരം നിങ്ങൾ അത് ചെയ്താൽ മതി. അന്നേരം എഴുതിയെടുത്താൽ മതി. റെഡി? യെസ്. ഓക്കെ. Now, നമ്മള് താഴെ നോക്കിയ fun with words. What do the words in capital letters bring to your mind? ആ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത്? വാട്ട് കംസ് ടു അവർ മൈൻഡ്? റൈറ്റ് ദ വേർഡ്സ് ഇൻ ദ ഓൺ ദ ബ്ലാങ്ക്സ്. ബ്രൈറ്റ് എന്ന് എഴുതുമ്പം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഓർമ്മ വരാം? ബ്രൈറ്റ് ആയിട്ടുള്ള എന്തൊക്കെയാ? ബ്രൈറ്റ് സൺ, ഗുഡ് കളർ, മൂൺ, സ്റ്റാർ, മൂണ്, ഏത് വേണേലും എഴുതാം. ഇനി നെക്സ്റ്റ് വൺ ഹ്യൂജ് ആണ്. ഹ്യൂജ് മീൻസ് വെരി ബിഗ്. അതിൽ എങ്ങനെയൊക്കെ വരാം? ഹ്യൂജ് ട്രീ, എലിഫന്റ്, ഹ്യൂജ് എലിഫന്റ്, ഹ്യൂജ് വെയിൽ. ഇല്ലേ, വെയിൽ എന്താ? ബ്ലൂ വെയിലൊക്കെ ഇല്ലേ? ബ്ലൂ വെയിൽ. ഹ്യൂജ്. ഇനി ഗ്രീൻ ആണേലോ ഇഷ്ടമുള്ളത് വരാം. ഗ്രാസ്, ഓക്കെ, ഏത് വേണേലും എഴുതാം. ഇനി സ്വീറ്റ്, ലഡു, ചോക്ലേറ്റ്, ചോക്ലേറ്റ്, ജിലേബി, അതെ, കേക്ക്, ഏത് വേണേലും എഴുതാം. Beautiful. There also you can write anything. birds, Birds, plants, flowers, plants, river, anything. ഏത് വേണേലും എഴുതാം. ഓക്കെ. Now, അത് അത്രയും മതി. Make sentences with the words വേണ്ട. ഇനി ലെറ്റസ് ലേൺ ഗ്രാമർ അവിടെ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് നോക്കാം, എന്നിട്ട് വേണം ഇത് പറയാൻ. ഓക്കെ, റെഡി? ലെറ്റസ് ലേൺ ഗ്രാമർ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഗ്രാമർ? GRAMMAR. GRAMMAR. Okay. Words that connect nouns or pronouns to other words in a sentence are called prepositions. ഒരു സെന്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ എന്ത് പറയുന്നത്? പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. They often tell you where something is. They are followed by a noun or a pronoun. സാധാരണ അത് കഴിഞ്ഞിട്ട് ഒരു നൗണോ പ്രോനൗണോ വരാറുണ്ട്. On, above, below, beneath, up, under and beside are prepositions. അത് മാത്രമല്ല, വേറെയും ഇഷ്ടം പോലെ പ്രപ്പോസിഷൻസ് ഉണ്ട്. ഓഫ്, ഫ്രം, ഇൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. എക്സാമ്പിൾസ്: the boy is sitting on the horse. അതിലേതാ പ്രപ്പോസിഷൻ? which is the preposition? On. The kite is flying above the trees. Above. Yeah. Fill in the blanks with prepositions. Note preposition. Please do not write dash the line. Above വരാം, ഓണും വരാൻ കുഴപ്പമൊന്നുമില്ല. ഓൺ ദ ലൈൻ അല്ലെ above the line, ഏത് വേണേലും എഴുതിക്കോ, ഇഷ്ടമുള്ള. You can use anything, you can write anything.
Have you seen the mill dash the stream? Under. Under. Beside. Beside. കേൾക്കാൻ പറ്റുന്നില്ല. Beside. Beside എന്ന് എഴുതുക. അരികിൽ. B-E-S-I-D-E. B-E-S-I-D-E. Beside. You will find my spectacles dash the bed. On the bed. On the bed. On. The boat sank dash the waves of the river. ഒന്നും രണ്ടും പറഞ്ഞു തരുമോ? ഏതാ? ഒന്നും രണ്ടും. ഒന്ന് on. രണ്ട് below. No, sorry. Beside. B-E-S-I-D-E. മൂന്നാമത്തെ പറഞ്ഞല്ലോ. ഒന്നാമത്തേത് on. അല്ലെങ്കിൽ above. ഏത് വേണേലും എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ. രണ്ടാമത്തത് beside. B-E-S-I-E. മൂന്നാമത്തതും on തന്നെ. Same. നാലാമത്തെ fourth one, the boat sank dash the waves of the river. Below. Sank. Under is better. Under the waves of the river. In the waves of the river ഏത് വേണേലും എഴുതാം. അവിടെ in തരാത്തത് കൊണ്ട് അത് മതി. Underline the prepositions in these sentences. അടുത്തത് exercise number F. Hari climbed up the flight of steps. ഏതാ അതിനകത്തെ preposition? Which is the preposition? Up. Underline up. Up. Second, the boy's house is above that shop. Above. Third one, I saw a book on the table. On. The cat is sleeping under the cot. Under. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് ഇപ്പോൾ ഒന്നും വേണ്ട. അത് നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാം. അതിനു മുമ്പ് അറ്റൻഡൻസ് എടുക്കട്ടെ. Get ready. Say SR. Unmute and say SR. Okay. Abdul Basit. Present, sir. Okay. Adidev Pramod. Sir. Okay. Agnes Maria. Present, sir. Okay. Alna Agustin. Present, sir. Okay. Aaron K. Present, sir. Okay. Ashin Joseph. Present, sir. Okay. Sarah Rose. Illa. Devanjana. Present, sir. Okay. Devapriya here is present. Ebin Biju. Subhameri. Mohammed Nihal. Mohammed Nihal. Illa. Yeah. Illa. Mohammed Shambil. Sir. Yes. Shafi Sajan. Present, sir. Okay. Suryadev MM. Present, sir. Okay. Mohammed Sinan.
സിനാനില്ല. Yeah. Sridev Krishna. Present, sir. Okay. Andros Prince. Present, sir. Yes. Seba Thomas. Present, sir. Yes. Christy Sindo. Present, sir. Yes. Fatima Mahbousa. Yes. Federin John. Present, sir. Okay. So, ഇപ്പൊ വരാത്തത് സിനാൻ, നിഹാൽ and Kuba Abraham. Kuba Ferraros. Okay. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സിലബസ് ആണ്. സിലബസ് പരീക്ഷയ്ക്കുള്ളത്. ഓക്കെ, ശരിക്ക് ടിക്ക് ചെയ്താൽ മതി. നമുക്ക് പുറകോട്ട് പോവാം. ആദ്യം പേജ് നമ്പർ 7 എടുത്ത്, സോറി 27 എടുത്ത്. 27 റെഡിയാണോ? പേജ് നമ്പർ 27 നമ്മളിപ്പോ പഠിച്ച ലെസൺ പോയം. Did you take? Okay. All things bright and beautiful ഉണ്ട്. ആ ലെസൺ ഉണ്ട്, ടിക്ക് ചെയ്തോ? ശരി കേട്ടോ, അത് ടിക്ക്. ആ ലെസൺ എന്ന് പറയുമ്പം അതിനകത്തെ ക്വസ്റ്റ്യൻ ആൻസറും ഇപ്പൊ നമ്മൾ നോക്കിയ ഗ്രാമറും വരും. ഓക്കെ. പിന്നെ അടുത്തത് പേജ് നമ്പർ 23. പേജ് നമ്പർ 23. അതിനകത്ത് 6th ലെസൺ ഉണ്ട്. ഹു ഈസ് അഫ്രൈഡ് ഓഫ് എ സൈക്കിൾ? ഹു ഈസ് അഫ്രൈഡ് ഓഫ് എ സൈക്കിൾ? അവിടെയും ടിക്ക് ചെയ്തോ? ശരി കേട്ടോ, അവിടെ ടിക്ക്. അപ്പൊ 2 പാഠമായി, ഒരു പാഠവും ഒരു പോയമും അല്ലേ? Take page number 20. Page number 20. There, lesson number 5. Maitrey. ശരി കേട്ടോ, Maitrey. ഒരു പാഠം കൂടി തരും. ഇതൊക്കെ നേരത്തെ പരീക്ഷയ്ക്ക് വന്നതാണോ? അല്ലല്ലോ, ഇല്ല. പേജ് നമ്പർ 15. 15. അതിനകത്ത് ദ വൈസ് മിനിസ്റ്റർ. ദ വൈസ് മിനിസ്റ്റർ. യെസ്. കേൾക്കുന്നില്ലല്ലോ, കേട്ടില്ലല്ലോ, ഒന്നാണ് പറഞ്ഞേ. ഫസ്റ്റ് ലെസണും സെക്കൻഡ് ലെസണും വേണോ എന്ന് തീരുമാനിച്ചില്ല. ഒരേ പഠിക്കാൻ ഒറ്റയടിക്ക് തരുന്നില്ല എന്ന് ഓർത്തിട്ടാണ്. ഒരു കാര്യം ചെയ്തോ, ചെറിയൊരു ഇതോടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ലെസൺ നമ്പേഴ്സ് 4, 5, 6 and 7. അത്രയാണ് ഇപ്പൊ പറഞ്ഞത്. 4, 5, 6, 7. അതിന്റെ കൂടെ 1ഉം കൂടെ ഉണ്ട്. 1. പേജ് നമ്പർ 4.
Page number 4. Olympics and ancient tradition. കണ്ടോ എല്ലാരും? Yes. സാർ ഇപ്പൊ രണ്ടാം പാഠവും വേണ്ട? 2ഉം 3ഉം വേണ്ട. ഓക്കെ. Okay, sir. 2 ഗ്രാനി പ്ലീസ് കോം മൈ ഹെയർ അത് വേണ്ട. Curing the dreamers lesson number 3 അതും വേണ്ട. ബാക്കി എല്ലാം ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ ഉള്ളത്? 1, 4, 5, 6 and 7. മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പൊ ഞാൻ പറഞ്ഞ പേജ് മാത്രമല്ല, ആ ലെസണിലുള്ള എക്സസൈസ് അടക്കം എല്ലാം വരും. ഓക്കെ, റെഡി? അത്രയാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? No. ദേവാഞ്ജന പറഞ്ഞേ, എന്താ കേട്ടില്ലല്ലോ? ആരായിരുന്നു പറഞ്ഞേ? ദേവാഞ്ജന എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ശരിക്കും നിങ്ങൾ പഠിക്കണം. എന്തോ? ഞാൻ ഗ്രൂപ്പിൽ സിലബസ് ഇട്ടേക്കാം. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. ചെറുതല്ലേ എല്ലാം, സ്മോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. സോ നോ പ്രോബ്ലം, യു ക്യാൻ സ്റ്റഡി ആൻഡ് യു ഹാവ് ടു സ്റ്റഡി. ഇഷ്ടംപോലെ സമയമില്ലേ? there is a lot of time and so easily you can study. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? നോ ഡൗട്ട്സ്. No. ശരിക്കും പഠിക്കണം. ഇന്ന് ഹോംവർക്ക് സ്പെഷ്യലായിട്ട് തരുന്നില്ല, പരീക്ഷ ആയതുകൊണ്ട്. എന്ത് ചെയ്യണം നിങ്ങൾ? ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ 2 എണ്ണം മാത്രം എഴുതിയിടും. ഏത്? ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, വി ഷാൽ ഓവർകം, സോറി, ഓൾ തിങ്സ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന ലെസണിന്റെ പോയത്തിന്റെ പേജ് നമ്പർ 28-ൽ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ ഇടും. അന്നേരം നിങ്ങൾ അത് നോക്കി നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. പേജ് 11ന്റെ ഹെഡിങ് ഒക്കെ ഒരു പുതിയ പേജിൽ എഴുതിയിട്ട് വേണം തുടങ്ങാൻ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഗ്രാമർ വരുമോ? ഗ്രാമർ വരും. ഗ്രാമർ ഇല്ലാതെ എന്ത് ഇംഗ്ലീഷ്? ഇതിനകത്ത് നമ്മളിപ്പോ പഠിച്ച ഗ്രാമറേ വരുവുള്ളൂ. ഓക്കെ, എക്സ്ട്രാ ഒന്നും പ്രതീക്ഷിക്കേണ്ട, അത് മതി. ഏതാ 6-ാം പാഠത്തിന്റെ? 6-ാം പാഠത്തിന്റെ ഏതാ തരാത്തെ? Who is afraid of a സൈക്കിളിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നില്ല അല്ലേ? ഇല്ല. ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ഞാൻ ഇന്ന് എഴുതിയിട്ട്, ഇന്നല്ല നാളെ അതും കൂടെ എഴുതിയിടും. ഒരു പക്ഷെ അത് 3 എണ്ണവും വേണ്ട, 4 എണ്ണവും വേണ്ട. 4 എണ്ണം ഉള്ളത്, അതിനകത്ത് 3 എണ്ണമേ തരുവുള്ളൂ. റെഡി? ഗ്രൂപ്പിൽ എല്ലാവരും നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് എഴുതിയിടാം. റെഡി എവരിബഡി? Yes. Okay, so let us wind up this class. And എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ? Have you any doubts? No doubt. Okay. No doubt. Okay. So പരീക്ഷയ്ക്ക് No doubt. Okay. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ വേണം എഴുതാൻ. ഓക്കെ, പഠിച്ചിട്ട് എഴുതാവുള്ളൂ, നോക്കി എഴുതരുത്. Don't take any help from your parents or brothers or sisters. Okay, so see you in the next class. Yeah, see you in the next class. Till then, take care and be good students. Bye. Thank you, sir. Okay, bye. Bye, sir.